ഈ വീഡിയോ വന്നിട്ട് 4 മണിക്കൂർ ആയിട്ടുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ആവശ്യമുള്ള ആൾക്കാരുടെ അടുത്ത് ഇത് എത്തിച്ചു. നിങ്ങൾ AI വെച്ച വെബ്സൈറ്റ് ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം സൂക്ഷിച്ചു, നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഡേറ്റ ഒന്നും അത്രയ്ക്കും സേഫ് ആയിരിക്കുകയില്ല. ഇപ്പൊ വൈബ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു ട്രെൻഡിങ് സാധനമാണ്. നിങ്ങൾ സ്മാർട്ട് ആണെന്ന് തോന്നും, ഈസിയാണ്, പെട്ടെന്ന് കാര്യം നടക്കും എന്നൊക്കെ വെച്ച് നിങ്ങൾ കോഡ് ചെയ്ത് വെബ്സൈറ്റ് ഉണ്ടാക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എവിടെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ GitHub എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഇതിപ്പോൾ അറിയത്തില്ലാത്തവർക്ക്, GitHub എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും വലിയൊരു കോഡിംഗ് പ്ലാറ്റ്ഫോം ഉള്ളതാണ്. മൈക്രോസോഫ്റ്റ് ഓൺ ചെയ്തേക്കുന്ന പ്ലാറ്റ്ഫോം ആണത്. അപ്പം അതിന്റെ സീനിയർ ഡയറക്ടർ ഓഫ് GitHub സെക്യൂരിറ്റി ആണ് ഈ പറയുന്നത്, വേറെ ആരും അല്ല. പുള്ളി പറയുന്ന വേറൊന്നുമല്ല, വി റിയലി നീഡ് മോർ ഹ്യൂമൻ കോഡ് റിവ്യൂ എന്നാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ AI ക്യാൻ റൈറ്റ് കോഡ് ബട്ട് AI ഡസന്റ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. അതായത് ഇതിന് മിസ്റ്റേക്സ് വരുത്താം, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് സെക്യൂരിറ്റി ഹോൾസ് ആൻഡ് ഇറ്റ് ഡസന്റ് അണ്ടർസ്റ്റാൻഡ് യുവർ ബിസിനസ് റിസ്ക്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ പേജ് ആണ്, കുറച്ച് ലുക്കൊക്കെ ഉള്ള ഒരു പേജ് ഉണ്ടാക്കുവാണെങ്കിൽ ഓക്കെ, അത് സേഫ് ആണ്, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഇമെയിൽ, പേയ്മെന്റ്സ്, ബുക്കിംഗ് ഇൻഫർമേഷൻസ്, ഫോൺ നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുവാണെങ്കിൽ വലിയൊരു സെക്യൂരിറ്റി റിസ്ക് ഉണ്ട് അവിടെ. അതായത് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആരും ചെന്ന് ഈ AI ടൂൾസിനെ ചെന്ന് കുറ്റം പറയത്തില്ല. നിങ്ങളുടെ ബിസിനസ് ആണ് അത് സഫർ ചെയ്യേണ്ടത്. നിങ്ങളുടെ ബിസിനസ് എന്നേക്കുമായിട്ട് ചിലപ്പോൾ ഇല്ലാതായെന്നിരിക്കും. AI ഭയങ്കര പവർഫുള്ളും ആണ്, എല്ലാവരും യൂസ് ചെയ്യണം. ഞാനും യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പക്ഷെ ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനെപ്പറ്റി പറയുന്നതും, ഈസി ആയിട്ട് നിങ്ങൾക്ക് AI പ്രോംസും കിട്ടും, വെബ്സൈറ്റ്സും ഉണ്ടാക്കാവുന്ന ആ ഒരു ഈസിനെസ്സും ചീപ്പായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന്റെയും പുറകെ പോയി നിങ്ങളുടെ ബ്രാൻഡിനെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് നിങ്ങൾ AI വെച്ച് കോഡ് ചെയ്തു. പക്ഷെ എപ്പോഴും അതൊരു ലൈവ് ആക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡെവലപ്പറിനെ കൊണ്ട് അത് റിവ്യൂ ചെയ്ത് ലൈവ് പോകുക. അപ്പൊ ഇതുപോലെ വൈറ്റ് കോഡിങ്ങും AI ടൂൾസ് യൂസ് ചെയ്ത് കോഡ് ചെയ്യാനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഇപ്പൊ തന്നെ ഷെയർ ചെയ്തോ.